എപ്പോഴും അറിയാവുന്ന ഇച്ചിരി പരിചയമുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ഒരാളോട് ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പല വിഷയങ്ങൾ മണക്കാലയെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും നമ്മുടെ കേരളത്തെക്കുറിച്ചും പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ ഈ പല സ്ഥലങ്ങളിലും പരിശോധനയൊക്കെ പോകുമല്ലോ, 5-6 സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. പോകുമ്പോഴൊക്കെ ആൾക്കാരോട് സംസാരിക്കാൻ അവസരം കിട്ടും, ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ അവസരം കിട്ടും. ഞാൻ ആ ഓരോ സംഭാഷണയിൽ നിന്ന് ഇന്നലെ കേട്ടതിനകത്തും ഉണ്ടായിരുന്നു 3 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാറുണ്ട് നമ്മുടെ സമൂഹത്തെക്കുറിച്ച്. എനിക്ക് നിങ്ങൾക്ക് ആണെങ്കിലും ഓരോരുത്തർക്കും നിങ്ങളുടേതായിട്ടുള്ള ചിന്തകളാണ്. പലരുടെയും ഉള്ള അഭിപ്രായങ്ങളിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു. 1, മണി ആൻഡ് പവർ റൂൾസ് പീപ്പിൾ. പണവും പവറിന് എന്ത് പറയണ്ടേ, പ്രസക്തിയോ അധികാരവും, അതാ ജനങ്ങളെ നയിക്കുന്നത്, ജനങ്ങൾ അതാ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം പലരിൽ നിന്നും കേട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിന് പണ്ടുണ്ടായിരുന്ന പോലെ ഒരു കൺട്രോളില്ല, ഒരു റിസ്ട്രിക്ഷനും ഇല്ല. ചെറുപ്പക്കാർക്കും ഇല്ല, പ്രായമുള്ളവർക്കും ഇല്ല. ഒരു നിയന്ത്രണമില്ലാത്ത ഒരു സമൂഹം ഇന്ന് പലരും പറഞ്ഞു കേട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ ഇഷ്ടം പോലെ, കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും ഓരോരുത്തരും അവരോട് ഇഷ്ടം പോലെ ഇങ്ങനൊരു അഭിപ്രായം കേട്ടു അങ്ങോട്ട് പോയി, വേറൊരു അഭിപ്രായം കേട്ടു അങ്ങോട്ട് പോയി, ഇങ്ങനത്തെ ഒരു സമൂഹം ഞാൻ പലരും കേട്ടുള്ള കാര്യം ഞാൻ പറയുക. മൂന്നാമതൊരു കാര്യം കേട്ടുള്ളത്, മതം ഏത് മതമാണെങ്കിലും ഈ 2 കാര്യത്തിന് പുറകെ അങ്ങ് തിരിഞ്ഞിരിക്കുവാണ്. ഓക്കെ, ഈ 3 അഭിപ്രായങ്ങളാണ്. ഈ മതങ്ങളെന്നാണ് പലരും പറയാറുള്ളത്. ഈ 2 കാര്യത്തിന് വേണ്ടി തിരിഞ്ഞിരിക്കുക. എന്തിനാ? മണി ആൻഡ് പവർ. പിന്നെ അടുത്ത കാര്യം, ഒരു കൺട്രോളില്ല, ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ. ഈ 3 കാര്യം ഞാൻ പലരിൽ നിന്നും കേൾക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മെസ്സേജിൻ്റെ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്തപ്പോഴേ ഞാൻ ഈ പല ആൾക്കാരുമായിട്ടുള്ള സംഭാഷണം ഞാനൊന്ന് ഓർത്തതിൻ്റെ കാരണം, ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന 1 കൊരിന്ത്യർ ഇത് മുഴുവനും എഴുതിയേക്കുന്നതിൻ്റെ കാരണം, കൊരിന്തെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സഭയുണ്ടായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നവരും പല ദേശങ്ങളിൽ, അപ്പോസ്തലന്മാർ പല ദേശങ്ങളിൽ സഭകൾ സ്ഥാപിച്ചു. ചിലയിടത്ത് സഭ സ്ഥാപിച്ചത് ആരെങ്കിലും അപ്പോസ്തലന്മാർ പോയിട്ടല്ല, എന്നാലും യെരുശലേമിലുള്ള ദൈവമക്കൾ അവരെ പെർസിക്യൂഷൻ മുഖാന്തരം ചിതറി മറ്റ് സ്ഥലങ്ങളിൽ പാർക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി അവരിൽ കൂടെ നടന്ന് സഭകൾ സ്ഥാപിച്ചു. അപ്പോൾ നമ്മുടെ ഈ കൊരിന്തിനെക്കുറിച്ച് പറയുമ്പോഴേ, കാരണം കൊരിന്ത്യർ കൊരിന്തെന്ന് പറഞ്ഞുള്ള ആ സ്ഥലത്തുള്ള ഒരു സഭയാണ്. ആ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദേശം വളരെ തകർച്ച അനുഭവിച്ച ഒരു ദേശമായിരുന്നു. വിഗ്രഹാരാധന വളരെ പ്രശസ്തമായിരുന്നു അവിടെ. പിന്നെ അവരുടെ സമൂഹമാണെങ്കിലും അവരുടെ കൾച്ചർ കംപ്ലീറ്റ് ഒരു ഡിഗ്രേഡായിട്ട് വല്ലാത്ത ഒരു കൾച്ചറായിരുന്നു. എന്നാലും അതിനകത്തെ സാമ്പത്തിക നിലയിൽ ഭയങ്കര ഉയർച്ച ഉള്ളതുമായിരുന്നു. പ്രത്യേകിച്ച് ഗ്രീസിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായിരുന്നു കൊരിന്ത്. അപ്പോൾ കൊരിന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ മനസ്സിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസാണ്. ചിലർ കൊരിന്ത് എന്നാണോ, അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടും പല മേഖലയിലും വളരെ ഉയർച്ചയുള്ളതാണല്ലോ. അതിനോടൊപ്പം തന്നെ ഒരാളെ നിങ്ങളൊരു കൊരിന്തിനെ പോലാന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ താത്ത് പറയുന്ന പോലെ അദ്ദേഹത്തെ ഏതാണ്ട് വളരെ മോശമാക്കുന്ന രീതിയില്ല. കാരണം അതുപോലുള്ള മ്ലേച്ഛതയും തകർച്ചയുള്ള ഒരു ദേശമാണ്. നമ്മൾ ചിന്തിക്കും, അങ്ങനെയുള്ള ദേശത്ത് നമ്മളെങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം, കൊച്ചുങ്ങളെ വളർത്തണം എന്നൊക്കെ ചിന്തിക്കും. പല പല ചിന്തകൾ നമ്മളെങ്ങനെ ഇങ്ങനെയുള്ള ദേശത്ത് നമ്മൾ ജീവിക്കും. ഇത് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോവാം. കൊരിന്ത് സഭയിലുള്ള പ്രശ്നം എന്തുമായിരുന്നു? പുതിയ നിയമത്തിലുള്ള ഓരോ ലേഖനങ്ങൾ
എഴുതിയതിൻ്റെ ഒരു കാരണമുണ്ടായിരുന്നു, അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ആ സഭകളിലുള്ള ഓരോ പ്രശ്നങ്ങൾ, ഓരോ കോൺഫ്ലിക്റ്റ്, സംശയങ്ങൾ, ആ ദേശത്തുള്ളത് മുഖാന്തരം ആ സഭകളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പൗലോസിന് നോട്ടിഫിക്കേഷൻ കിട്ടി. അദ്ദേഹത്തിൻ്റെ മൊബൈലിലല്ല നോട്ടിഫിക്കേഷൻ കിട്ടിയ, ആരെങ്കിലും അറിയിച്ചിട്ടുണ്ട്. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ പ്രതികരിക്കാൻ വേണ്ടി, അതവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, അവർ പോകേണ്ട വഴിയിൽ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് ആ കറക്റ്റായിട്ടുള്ള പാത്തിൽ കൊണ്ടുവരാൻ വേണ്ടി എഴുതിയതായിരുന്നു ഈ കത്തുകൾ. ഇനി നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. താങ്ക് യു സോ മച്ച്. 1 കൊരിന്ത്യർ 16 അതിൻ്റെ 19-23 പ്ലീസ്. അസിയയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഒന്നുകൂടെ വായിച്ചാൽ കേൾക്കാൻ ഒക്കുന്നുണ്ടോ എല്ലാവർക്കും? അസിയയിലെ സഭകൾ നിങ്ങൾ വന്ദനം ചെയ്യുന്നു. അക്വിലാവും പ്രിസ്കയും അവരുടെ ഭവനത്തിലെ സഭയോട് കൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. സകല സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവിൻ. പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൽ എൻ്റെ സ്നേഹം. ആമേൻ. താങ്ക് യു. ഇത് വായിക്കാൻ നമ്മൾ ചിന്തിക്കും, ഇതിനകത്തുനിന്ന് എന്തോ പ്രസംഗിക്കാനാണ്. ഇത് ജസ്റ്റ് ഒരു കുറേ ക്ലോസിങ് കോമെൻറ്റ്സ്, ആ ലെറ്ററിന് അവസാനവും ഒരു ഗുഡ് ബൈ പറയുന്നത്, ചില ഗ്രീറ്റിങ്സ് പറയുന്നു, അത്ര ഉള്ളല്ലോ ചിന്തിക്കും. എന്നാലും ഇതിനകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ആ കത്തിൻ്റെ ഒരു കൺക്ലൂഷൻ അവിടെ അല്ലേ, അതെല്ലാം ഒന്ന് ഒരു കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരിക. അതിനകത്ത് ചില പ്രിൻസിപ്പിൾസ് ഞാൻ ഇതെടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നു. ആസിയയിലുള്ള സഭകൾ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലുള്ള പല സഭകൾ അന്ന് ഉണ്ടായിരുന്നു. ഇത് 1-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് കേട്ടോ. ഈ ജനങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി അവിടെ എല്ലാം ദൈവപ്രവർത്തി നടന്ന് സഭകൾ സ്ഥാപിച്ചു. ആ സഭകളെല്ലാം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏഷ്യ എന്ന് പറയില്ലേ, ദേശത്തെ ഉള്ള സഭകളെല്ലാം. അപ്പം ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇവിടെ ഉള്ള അത്ര എത്തിയിട്ടില്ലായിരുന്നു. വെസ്റ്റ് ഏഷ്യ എന്ന് പറയാൻ നോക്കും. ആ സ്ഥലങ്ങളിലുള്ള സഭകളെല്ലാം ഗ്രീറ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ സഭകൾ തമ്മിൽ, ചർച്ചസ് തമ്മിൽ ഒരു നല്ല ഒരു ബ്രദർഹുഡ്, ഒരു സഹോദര ബന്ധമുണ്ടായിരുന്നു സഭകൾ തമ്മിൽ. എന്നാലും ഈ കൊരിന്ത്യ സഭ ഒരു പ്രത്യേക സഭയായിരുന്നല്ലോ. ആ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന തകർച്ചയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാ അല്ലേ, ചില മാസങ്ങൾ മുമ്പേ ആന്നേ ഉള്ളൂ. എന്നാലും ആ സഭയെ തന്നെ ഉള്ള പ്രശ്നങ്ങൾ, മ്ലേച്ഛത, പാപങ്ങൾ, ഗ്രൂപ്പിസം, പണമുള്ളവർ, പണമില്ലാത്തവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പല വഴക്ക്, ലീഗലായിട്ടുള്ള കേസ് ഫയൽ ചെയ്യുന്നു വിശ്വാസികൾ തമ്മിൽ. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങൾ അന്ന് നടക്കുന്നു. അതെന്തുകൊണ്ട്? നമ്മൾ പറയൂ അതൊന്നും ശരിയല്ല അവർ. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, അവർ താമസിക്കുന്ന സമൂഹം, ആ കൊരിന്തെന്ന് പറഞ്ഞുള്ള ദേശം തന്നെ, അതിൻ്റെ അവസ്ഥ അതെങ്ങനത്തെ ഒരു ദേശമായിരുന്നു. സാമ്പത്തികമായിട്ട് കുറേ ബിസിനസ്സിലൊക്കെ വളരെ വളർച്ചയും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു സഭയാണെങ്കിലും, ഒരു ദേശമാണെങ്കിലും, ധാർമ്മികമായിട്ടെല്ലാം തകർന്നിരിക്കുന്ന ഒരു ദേശമായിരുന്നു. അപ്പോൾ ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മാനുഷ്യമായിട്ടുള്ള നിലയിലും ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള തകർച്ചകൾ. കഴിഞ്ഞ ദിവസം ശേഖരനോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ ഓരോ വേദനകളും തകർച്ചകളും പ്രശ്നങ്ങളും ഇല്ലയോ? കൊച്ചുനാൾ തൊട്ടുള്ളത്, നമ്മുടെ ചില അനുഭവങ്ങൾ മുഖാന്തരം അന്ന് തൊട്ടേ ഉണ്ടായിരുന്ന പല വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട്, അത് മുഖാന്തരം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ, നമ്മുടെ വികാരം, നമ്മുടെ മനോഭാവം, നമ്മുടെ പ്രതികരണം, ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുമ്പോഴും ഉടനെ നമ്മുടെ റിയാക്ഷന്,
അല്ലേ? ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ മാത്രം ഒന്നും ശരിയല്ല. നമ്മളെയും ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുക? നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ വിരൽ ചൂണ്ടാൻ എളുപ്പമാണ്, എന്നാൽ ആ 3 വിരൽ ഇങ്ങോട്ടും ചൂണ്ടിക്കൊണ്ടിരിക്കുക. ചില കാര്യങ്ങൾ പറയാൻ താല്പര്യമുള്ള. ആദ്യം ഞാൻ എൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ദേശത്തിൻ്റെ പശ്ചാത്തലം, ആ സഭയിലുള്ള ചില പ്രോബ്ലംസ്. അത് കഴിഞ്ഞിട്ട് അതിന് അടുത്തതിലോട്ട് പോകാമോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചില പ്രിൻസിപ്പിൾസ് ഇതിനകത്ത് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ചില പ്രിൻസിപ്പിൾസ്. ജഡ്ജ്മെൻറ്റ് ആൻഡ് ക്രിറ്റിസിസം ആർ ട്രാപ്സ്. മറ്റുള്ളവരെ വിധിക്കാൻ എളുപ്പമാണ്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എനിക്ക് എൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. ഞാൻ അറിയാത്ത പോലും ഉണ്ട് വേദനകളും പ്രശ്നങ്ങളും എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. മറ്റൊരു വ്യക്തിയെ നോക്കുമ്പോഴത്തേക്ക് എളുപ്പമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ. ഞാൻ ഒരു കണ്ണാടിക്കകത്ത് പോലും നോക്കിയാൽ എനിക്ക് എൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുള്ളൂ, അല്ലേ? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ എന്തുവാന്നുള്ളത് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ നോക്കും. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും ഉള്ള മനോഭാവം വേണം. ആസിയയിലുള്ള സഭകളെല്ലാം കൊരിന്തിലുള്ള സഭയെ ഗ്രീറ്റ് ചെയ്യുന്നു. അവർ തമ്മിലുള്ള ആ ബന്ധം, ആ സഭകൾക്കൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം, ഓ കൊരിന്തിലുള്ള സഭയോ, ഇതെന്ത് സഭയോ. പ്രത്യേകിച്ച് ഞങ്ങൾ കേട്ടുണ്ട് അവരിങ്ങനത്തെ ആൾക്കാരാണ്, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, അവർ തമ്മിൽ കേസ് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള മ്ലേച്ഛത അവിടെ നടക്കുന്നു, ഇന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് പറയാം, ഓ അവർ ശരിയല്ല, ആർക്ക് വേണം ഇങ്ങനത്തെ ഒരു സഭയാണോ, അത് സഭയെന്ന് പറയാൻ നോക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? അവരെ നെഗറ്റീവായിട്ട് ചിന്തിക്കാം, അവരെ ജഡ്ജ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാമായിരുന്നു. ഇതിൽ അങ്ങനത്തെ ഒരു മനോഭാവം അല്ലായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും മനോഭാവമായിരുന്നു. നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ചിന്തകൾ 2 കാര്യം. ഒന്ന്, മറ്റ് സഭകളെ കാണുമ്പോൾ ഒരിക്കലും നമ്മളവരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ പറയുകയോ താത്ത് കെട്ടുകയോ ചെയ്യാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ നമ്മളേതാണ്ട് വലിയ സംഭവമാണെന്നോ, നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും ബെറ്റർ ആണെന്നോ അങ്ങനെയും ചിന്തിക്കാൻ പാടില്ല. നമ്മളെല്ലാം ദൈവമക്കളാണ്. നമ്മളിവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് ഇപ്പം പറയാം. ചില വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നു. അല്ലെങ്കിൽ ഈ സഭയിൽ വന്നായിരിക്കാം ചിലപ്പം കർത്താവിനെ അറിഞ്ഞത്, ചിലപ്പോൾ ഇവിടെ വന്നായിരിക്കാം നമുക്ക് വളരാനൊരു അവസരം ഉണ്ടായത്. അതൊക്കെ ആയിരിക്കാം. അടുത്തതിലോട്ട് പോകാം. നമ്മൾ ചില ഇസെൻഷ്യലായിട്ടുള്ള കാര്യം, വി നീഡ് യൂണിറ്റി ഇൻ എസെൻഷ്യൽസ്. നമ്മുടെ സഭയിൽ ചില ഇസെൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ, അത് കോർ ഡോക്ട്രിൻസ് ഓഫ് ദ ചർച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. സഭയുടെ ചർച്ച എന്നുള്ളത് ക്യാപിറ്റൽ C ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചോ? അത് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭ, ഈ സഭയുടെ മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സഭകൾ, എല്ലാ സഭകളും എടുക്കുക. അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ, വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ദ വെർജിൻ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ഒരു കന്യകയിൽ നിന്ന് ജനിച്ചെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷനിലായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ദൈവവചനത്തിലെ ഒരു അടിസ്ഥാനമാണ്. അതിനെ നമ്മൾ മാറ്റാൻ, അതിനെ നമ്മൾ മറ്റ് അഭിപ്രായങ്ങളൊക്കത്തില്ല. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അതും യേശുവിൻ്റെ ഡിവിനിറ്റിയുമായിട്ട് കണക്റ്റഡാണ്. യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല. 100% മനുഷ്യനുമായിരുന്നു, 100% ദൈവമായിരുന്നു. ഓക്കെ, ഇതിനെ എടുത്ത് കാണിക്കുന്നത്, ഇതിന് കുറച്ച് വെറൈറ്റീസും ചിന്തകളൊക്കെ, എന്നാൽ ആ ബേസിക് കോൺസെപ്റ്റ് എല്ലാ സഭകളിലും ഉള്ളതാണ്. അത് ആ വെർജിൻ ബർത്ത് ഓഫ് ക്രൈസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. രണ്ടാമത്, ദ പ്രൈമസി ഓഫ് ദ ബൈബിൾ. ദൈവവചനം നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് കണക്ക് കൂട്ടുന്നത്.
മൂന്നാമത്, നമ്മുടെ രക്ഷ യേശുക്രിസ്തുവിലുള്ള, അല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശ് ചെയ്ത ആ യാഗത്തെ അടിസ്ഥാനത്തിൽ അതിൽ വിശ്വസിച്ചുള്ള നമ്മുടെ രക്ഷയാണ്. ഈ മൂന്ന് വളരെ ഫൗണ്ടേഷണലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ഉടനെ ചിന്തിക്കും, എന്നാലും ഇന്ന കാര്യമില്ലയോ, ഇന്ന കാര്യമില്ല, ഇന്ന കാര്യങ്ങളില്ല, അതെല്ലാം ഉണ്ട്. എന്നാലും ഇത് വളരെ ഫൗണ്ടേഷണലായിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പല പല അഭിപ്രായങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുമ്പോൾ ഏത് നിറമുള്ള ഷർട്ട് ഇടണം, പാട്ട് പാടുന്നവർ ഏത് നിറത്തിലുള്ള ഷർട്ട് ഇടണമെന്നോ, ജീൻസ് ഇടണോ വേണ്ടായോ, ഇതിനെക്കുറിച്ചൊക്കെ പല പല അഭിപ്രായങ്ങൾ വരാം. ഓക്കെ, ആയിക്കോട്ടെ. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പല കാര്യത്തിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അത് വ്യാഖ്യാനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളായിരിക്കാം. അതും പോട്ടെ, എന്നല്ല അത് ഫൗണ്ടേഷണലായിട്ട് പറയുന്നില്ല. മറ്റ് മൂന്ന് കാര്യങ്ങൾ വളരെ ഫൗണ്ടേഷനാണ്. അത് ക്രിസ്തീയ സഭയ്ക്ക് മാറ്റം വരുത്താൻ ഒക്കുന്ന ഒരു കാര്യം, അത്രയും ഫൗണ്ടേഷണലായിട്ട് കാര്യമാണ്. അടുത്തത്, കോൺഫിഡൻസ് ഇൻ അവർ ഡിസ്റ്റിങ്ക്റ്റിവ്സ്. നമ്മുടെ ചർച്ചിൻ്റെ ചില ഡിസ്റ്റിങ്ക്റ്റിവ്സ്, ആ വിന്നേർഡ് ചർച്ചസിൻ്റെ ഡിസ്റ്റിങ്ക്റ്റിവ്സ്, അതിന് സാധാരണ നമ്മൾ കോർ വാല്യൂസ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ കേന്ദ്രമായിട്ടുള്ള ചില മൂല്യങ്ങൾ, കോർ വാല്യൂസ്. സാധാരണ വിന്നേർഡ് ചർച്ചസ് ഏകദേശം ഒരു 5 വളരെ പ്രധാനമായ 5 കോർ വാല്യൂസ് പറയാറുണ്ട്. ഒന്ന്, കിങ്ഡം തിയോളജി. അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ, യേശുക്രിസ്തു ഈ ഭൂമി വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യം ഇതായിരുന്നല്ലോ. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്, എനിക്ക് തോന്നുന്നതിന് 14-ാം വാക്യത്തിൽ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പഠിപ്പിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഓരോന്നും എടുത്ത് പറഞ്ഞു. യേശു പറഞ്ഞു, ഇത് അടയാളമാണ്. എന്തിൻ്റെ അടയാളം? ദൈവരാജ്യം വന്നിരിക്കുന്നു. ഓരോ ഉപമകൾ യേശു പറഞ്ഞപ്പോൾ അതും യേശു പറഞ്ഞു, എങ്ങനെയാ ദൈവരാജ്യം, ഞാൻ നിങ്ങളെ എങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് പറയാം. അവ ഉപമകൾ ഉപയോഗിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയിക്കാം. അപ്പം ദൈവരാജ്യം യേശുവിൻ്റെ ശുശ്രൂഷയുടെ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ വളരെ കേന്ദ്രമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ദൈവരാജ്യം. നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസവും എല്ലാം ആ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ദൈവമക്കളാണ്, എന്നാലും നമ്മൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, എന്നാൽ രോഗം അനുഭവിക്കുന്നു. ചിലപ്പം കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നു. അല്ലെങ്കിൽ കൊരിന്ത്യ സഭയിലുള്ള പല തകർച്ചകൾ ചിലപ്പം നമ്മളും അനുഭവിക്കുമായിരിക്കും. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ല, എന്നാലും അത് മാറണം. എന്നാലും ഇത് അനുഭവിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ദൈവമക്കളല്ലയോ? ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലയോ, പിന്നെ എന്തിനാ ഇത്, പിന്നെ എന്തുകൊണ്ടാണ് അത്, പിന്നെ എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ദൈവസ്ഥാനിൽ ചെല്ലുന്നത്. ഒരു പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ ദൈവത്തെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല, നമ്മളങ്ങ് പെർഫെക്റ്റ് ആയല്ലോ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പോലെ ആയല്ലോ. അല്ല, അതുകൊണ്ടാണ് ദൈവത്തെ നമുക്ക് ആവശ്യമുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് കൂടുതലും കരയുന്നത്. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ് നമ്മളെന്ന് അറിയാമോ? എന്ന് പറഞ്ഞാൽ വിന്നേർഡ് ചർച്ചിൻ്റെ ആരും പറയുമല്ല, ദൈവത്തിൻ്റെ സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ഓരോ പ്രയാസങ്ങളുടെ മധ്യേ, ഓരോ ബുദ്ധിമുട്ടിന് മധ്യേ ദൈവസന്നിധിയിൽ പോയിരുന്ന് കരയാൻ, ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഭാഗ്യം നമുക്കില്ലയോ? ഒന്ന് പുറമോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ അനുഭവങ്ങൾ നമ്മളെ പിടിച്ച് ഞെരുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ തകർക്കും എന്ന് ചിന്തിക്കുന്ന ഓരോ അനുഭവങ്ങളുടെ മധ്യേ എത്ര പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വാക്കുകളില്ല, എന്നാലും കരയാനേ ഒക്കത്തുള്ളൂ. എത്ര പ്രാവശ്യം അനുഭവങ്ങളുണ്ട്. അതൊക്കെ വലിയ അനുഗ്രഹമല്ലയോ? സ്തോത്രം. ചില സമയത്ത് ഒന്നും പറയാനില്ല, എഴുതും കരയുക. കുറേ നേരം കരഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ കരം നമ്മുടെ ചുറ്റും വന്ന് നമ്മളൊന്ന് ഹഗ് ചെയ്യുന്ന പോലുള്ള അനുഭവം. സ്തോത്രം. സ്തോത്രം കർത്താവേ. ഞാൻ ഒരു പ്രാവശ്യം ആരോ പറഞ്ഞ് കേട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. വചനത്തിലുള്ളതല്ല, എന്നാലും വചനമായിട്ട് നോക്കുമ്പോൾ അത് ആക്യുറേറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, God doesn't always calm the storm, but he calms his child. സ്തോത്രം.
God doesn't always calm the storm, but he calms his child. കാറ്റും ഓളവും പ്രശ്നങ്ങളും അതിൻ്റെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. ദൈവം എപ്പോഴും അതിനെ എല്ലാത്തിനും ശാന്തമാക്കണമെന്ന് നമ്മൾ ആഗ്രഹമുണ്ടെങ്കിലും ദൈവം എപ്പോഴും അതിനെ ശാന്തമാക്കത്തില്ല. പലപ്പോഴും ദൈവം നമ്മളെ ഒന്ന് ശാന്തമാക്കുന്നത്. സ്തോത്രം. എത്ര പ്രാവശ്യം ദേവസ്ഥാനിൽ പോയി എനിക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കാത്ത ഓരോ കാര്യങ്ങളുടെ മധ്യേ ചിലപ്പോൾ രാത്രിയിൽ അവിടെ കട്ടിലിൻ്റെ സൈഡിൽ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു മുറിലോട്ട് പോയിരുന്നിട്ട് ചിലപ്പോൾ വേറൊരു റൂമിൽ പോയിരുന്നിട്ട് വാവിട്ട് കരയുമായിരിക്കും. ആരും ഉണർത്തണ്ട, വാവിട്ട് കരയുമായിരിക്കും. കുറേ നേരം കഴിയുമ്പോഴായിരിക്കും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത്. കർത്താവ് പറയുന്നു, ഇറ്റ്സ് ഓക്കെ, ഞാൻ കൂടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട് എന്നൊരു പറയുന്നൊരു വാക്ക്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ മധ്യേ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സംശയിക്കേണ്ട ആവശ്യമില്ല, സഭയെ സംശയിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തെ സംശയിക്കേണ്ട ആവശ്യമില്ല. ദൈവരാജ്യം ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു, എന്നാൽ അതിൻ്റെ പൂർണ്ണത വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായാലും ദൈവരാജ്യം വന്നു, എന്നാലും അതിൻ്റെ പൂർണ്ണത വന്നിട്ടില്ല. ദൈവരാജ്യം പൂർണ്ണത വരുമ്പോഴോ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയും. എന്നാലും ഇന്ന് എല്ലാ മുട്ടും മടങ്ങുന്നില്ല, ഇന്ന് എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയുന്നില്ല. On the last, when the kingdom of God fully comes, every knee shall bow, every tongue shall confess that Jesus Christ is Lord. But that's not happening now. ഇപ്പോഴത് നടക്കുന്നില്ല. എന്നാൽ നമ്മുടെ മുട്ട് മടങ്ങുന്നു, നമ്മുടെ ഹൃദയം, നമ്മുടെ നാവ് ഏറ്റു പറയുന്നു, യേശു എൻ്റെ കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ അധികാരം യേശുവിനാണെന്ന് നമ്മൾ പറയുന്നു. അത് നമ്മൾ വില്ലിംഗ്ലി പറയുന്നു. എന്നാൽ ഒരു കാലം വരുന്നു, ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണത വരുമ്പോൾ ഒരു കാലം വരുന്നു, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും അത് ഏറ്റു പറയും, പറഞ്ഞേ പറ്റൂ. ആ ഒരു സമയം വരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. സ്തോത്രം. എന്നാലും നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ, അതാ കിങ്ഡം തിയോളജിയുടെ പ്രത്യേകത. അപ്പോൾ ദൈവവചനം മൊത്തം ആ ഒരു പെർസ്പെക്റ്റീവ്, ആ ഒരു ലെൻസ് വെച്ച് നമ്മൾ നോക്കുന്നു. അതതിൻ്റെ പ്രത്യേകത. അത് അതിനെക്കുറിച്ച് ഒരു കാര്യം, നമ്മൾ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും രോഗസൗഖ്യം അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് കരം ഉയർത്താമോ? ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സമയത്ത്? അത്രേ ഉള്ളോ? ഇനിയുണ്ടെന്ന് എനിക്കറിയാം, പലരും കേട്ടെന്ന് പോലും അറിയത്തില്ല. അതിൽ എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. എത്ര പ്രാവശ്യം. എന്നാലും നമ്മൾ എത്ര പേർക്കും പ്രാർത്ഥിച്ച് അവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാ പ്രാവശ്യവും സൗഖ്യമാവുന്നുണ്ടോ? ഇല്ല. അപ്പം ചിലർ പറയും, പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോ ആർഗ്യുമെന്റ്സ്. ചിലർ പറയും, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ അതിൽ പോയി ഒരു ഹോസ്പിറ്റലിലും കൊണ്ട് ചെന്നിട്ട് അത് കാലിയാക്കുക. ഇല്ല, എല്ലാവരും സൗഖ്യമാവുന്നില്ല. എന്നാലും ഏകദേശം ഒരു 50% കൂടുതൽ ആൾക്കാർ, ഒത്തിരി പേര് സൗഖ്യമാവുന്നുണ്ട്. ഞാൻ തന്നെ അനുഭവിച്ചു, നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുള്ളവർ ഇവിടെ ഇരിക്കുന്നു. എത്ര പേര് സൗഖ്യം പ്രാപിച്ചു, ഭൂതങ്ങൾ പുറത്തായി, ഭവനങ്ങൾ വിടുവിക്കപ്പെട്ടു, പല പല രീതിയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മൾ അനുഭവിച്ചവരാണ്. എന്നാൽ എപ്പോഴും നടക്കുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണത വന്നിട്ടില്ല. അതിൻ്റെ എല്ലാത്തിനും ആൻസേഴ്സ് നമുക്കില്ല. എന്നാലും ഒരു സമയം വരുന്നു, ഇതെല്ലാം മാറിപ്പോവും. ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണത വരുമ്പോൾ. അതുകൊണ്ടാണ് ആ കിങ്ഡം തിയോളജി, ദൈവരാജ്യത്തിൻ്റെ ആ ഒരു ദൈവശാസ്ത്രം, അത് നമ്മൾ മനസ്സിലാക്കുകയും ആ ഒരു പെർസ്പെക്റ്റീവ്, ദൈവവചനവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും നമ്മൾ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ ഒരു കോർ വാല്യൂ, അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കിങ്ഡം തിയോളജി. രണ്ടാമത് നമ്മുടെ ആരാധന, സിംപ്ലിസിറ്റി ഇൻ വർഷിപ്പ്. ആരാധനയുടെ ഒരു ലളിതമായിട്ടുള്ളൊരു അപ്രോച്ച്. ആരാധനയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യാൻ വേണ്ടി. ഇന്ന് ഫെബിൻ, നമ്മുടെ സഹോദരന്മാർ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഓൾ മെൻ വർഷിപ്പ് ടീം? ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തൊന്ന് വെള്ളം ഇട്ടുണ്ടോയെന്ന്. ഞാനും പറഞ്ഞാൽ ആരും പറഞ്ഞാൽ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യുമെന്നല്ല എന്ന് പറഞ്ഞു. ഫെബിൻ ലീഡ് ചെയ്യുന്നോ ഇവരെല്ലാവരും ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞാലും യഥാർത്ഥമായിട്ട് ലീഡ് ചെയ്യുന്നത് ഫെബിൻ അല്ല കേട്ടോ.
യഥാർത്ഥമായിട്ട് ലീഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ്. നമ്മൾ ലീഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആൾക്കാരെ കൊണ്ട് ആരാധിപ്പിക്കേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മാവ് ചെയ്യും. എനിക്കറിയാം പലർക്കും പല അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം. എന്നാലും ദൈവസന്നിധി വരുമ്പോൾ വേറെ ഒരു വ്യക്തി നമ്മളെ ഒന്ന് തള്ളി പ്രോത്സാഹിപ്പിച്ച് കമോൺ ആരാധിക്കുക, കൈകൊട്ട്, എഴുന്നേറ്റിരിക്കുക, ഇരിക്കുക, ഇത് ചെയ്യുക, അത് ചെയ്യുക, അങ്ങനെ കൈ പോക്കുക, ഇങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. സ്തോത്രം. അത് മാത്രമല്ല, നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് ഓരോരുത്തരുടെയും വികാരത്തെ നിയന്ത്രിച്ച് ഇമോഷണലായിട്ട് വികാരത്തെ ഒന്ന് പുഷ് ചെയ്ത് കൊണ്ടുവന്ന് ആരാധന അങ്ങോട്ട് മൂപ്പിച്ചുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല. അവിടെ ഞാൻ എപ്പോഴും പറഞ്ഞ നമ്മുടെ റിതം, കീബോർഡിലാന്നേലും ഡ്രംസിലാന്നേലും റിതം സ്പീഡ് കൂട്ടിക്കൊണ്ട് പ്ലീസ്, അതിൻ്റെ ആവശ്യമില്ല. സ്തോത്രം. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കൈ കൊട്ടണ്ടാന്ന് അല്ല, കൈ കൊട്ട്. നൃത്തം ചെയ്യണ്ടാന്ന് അല്ല, നൃത്തം ചെയ്തോ. ഉള്ളിൽ നിന്ന് വരണം. അതതിൻ്റെ വ്യത്യാസം. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ലീഡർഷിപ്പ് ഇവിടെ വേണം. അതാ വളരെ പ്രധാനപ്പെട്ടത്. അപ്പം വർഷിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മുടെ വർഷിപ്പ് വളരെ സിമ്പിളായിരിക്കാം. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്ന ഒരു വർഷിപ്പ് സെഷൻ ആയിരിക്കണം. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വ്യക്തിയാണേലും ഒത്തിരി കാര്യം പറഞ്ഞ് ആൾക്കാരെ നമ്മളങ്ങനെ പഠിപ്പിക്കാറില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വർഷിപ്പ് അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യും, നമ്മളെ ഡയറക്റ്റ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, മിനിസ്ട്രി ടു ദ പൂർ ആൻഡ് ബ്രോക്കൺ. നമ്മൾ ഈ മേഴ്സി ബാസ്ക്കറ്റ് അത് മാത്രമൊന്നുമല്ല, നമ്മുടെ എൻറ്റയർ അപ്രോച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്താ, നമ്മുടെ എൻറ്റയർ അപ്രോച്ച് തകർച്ചയിലായിരിക്കുന്ന ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ നമ്മളൊന്ന് റീച്ച് ഔട്ട് ചെയ്യുക. എന്നാലും റീച്ച് ഔട്ട് ചെയ്യുമ്പം തന്നെ നമ്മൾ ഓർത്തണം, ഞാനും തകർച്ച അനുഭവിച്ചതാ, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിലുള്ള വേദന ഒന്ന് മനസ്സിലാക്കാനും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ എന്തോ ഒരു ആശ്വാസം. സ്തോത്രം. ഞാൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ മുമ്പാകെ വന്ന് വളരെ ഫേക്കായിട്ട് ഏതൊരു വലിയ ആത്മീയനാന്ന് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സിംപ്ലി അലക്സിയ, എൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ അത് ഒത്തിരി പബ്ലിസൈസ് ചെയ്യാറില്ലെങ്കിലും നമുക്കെല്ലാവർക്കും അത് പിന്നീട് പോയി പ്രസംഗങ്ങൾ കേൾക്കാനൊരു അവസരം. എന്നാൽ ഞാൻ എപ്പോഴും ഇവിടെ പറയും, പ്ലീസ് ഇതിനകത്ത് റവറൻറ്റും ഡോക്ടറും അതും ഇതും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അലക്സിയ അത് മതി. സ്തോത്രം. കാരണം ഞാനും തകർച്ച അനുഭവിക്കുന്ന വ്യക്തിയാണ്. നമ്മളും തകർച്ചയും വേദനയും അനുഭവിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ശുശ്രൂഷിക്കുന്ന ഒരു സമൂഹം, അവരും തകർച്ച അനുഭവിക്കുന്നവരാണ്. നമ്മളത് മനസ്സിലാക്കണം. അത് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചില ആൾക്കാർ പറയും, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഞങ്ങൾ സ്വീകരിക്കത്തില്ല. നമുക്ക് ശരിയായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ മതി. ആയിക്കോട്ടെ, ഞാനൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. കാരണം ആരാ ശരിയായിട്ടുള്ളൊരു കൂട്ടം ആൾക്കാർ നോക്കിയിരുന്നാൽ ഈ കെട്ടിടം, ഈ മുറി, ഈ റൂം കാലിയാവും. നമ്മളാരും അങ്ങനെ ശരിയായിട്ടുള്ളവരല്ല. സ്തോത്രം. എന്നാലും കർത്താവുണ്ട്, ശരിയായിട്ടുള്ള ഒരു കർത്താവ് നമുക്കുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. അടുത്തത് സുവിശേഷീകരണം. അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട ആവശ്യമില്ല, നമ്മളത് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഒരു ദൗത്യമാണ്. വ്യക്തിപരമായിട്ടും സഭയായിട്ടും നമ്മുടെ ദൗത്യം ഒരു കൽപ്പനയാണ്. നമ്മളത് ചെയ്യേണ്ടതാണ്. സുവിശേഷീകരണം, മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയാനും ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരെ അറിയിക്കാനും. ദൈവരാജ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പം ജീവിക്കുന്ന ആ അവസ്ഥയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോരുത്തരുടെയും കഥകൾ, ഓരോരുത്തരുടെയും സിറ്റുവേഷൻ, ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോഴൊക്കെയും ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ എനിക്ക് യേശു ഉണ്ടല്ലോ. മനസ്സിലാവും. ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവേ എനിക്ക് പ്രശ്നമുണ്ട്, എന്നാലും എനിക്ക് യേശു ഉണ്ടല്ലോ. സ്തോത്രം. അതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, ഇവാഞ്ചലിസം. പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, കൾച്ചറലി കറക്റ്റ് മിനിസ്ട്രി.
കൾച്ചറലി കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം രീതി, നമ്മുടെ അപ്രോച്ച് ആര് പുറത്തുനിന്ന് വന്നാലും മനസ്സിലാക്കാൻ നോക്കുന്ന രീതിയിലായിരിക്കണം. പ്രസംഗിക്കുന്നാന്നേലും കോഡ് ഭാഷയാകാൻ പാടില്ല. ആര് കയറി വന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ, വളരെ സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ, വളരെ ക്ലിയറായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാനൊക്കെന്നുള്ള രീതിയിലുള്ള ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കണം. അത്യാവശ്യമാണ്. കൾച്ചറലി കറൻറ്റ്, സ്പീക്ക് ദ ലാംഗ്വേജ് ഓഫ് ദ കൾച്ചർ. നമ്മുടെ സമൂഹത്തിൻ്റെ മലയാളം എങ്ങനത്തെയാണോ, സമൂഹത്തിൻ്റെ ഭാഷ എങ്ങനത്തെയാണോ അത് നമ്മൾ സംസാരിക്കണം. നമ്മൾ ഏതാണ്ട് വേറെ ഒരു ലെവലിലെത്തി എന്നുള്ളൊരു ചിന്തയിലല്ല. സാധാരണക്കാർ ആണെങ്കിലും കയറി വന്നാൽ അവർക്ക് മനസ്സിലാക്കി ഒക്കുന്ന രീതിയിലുള്ള വേണം നമ്മുടെ സംഭാഷണം, അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം, നമ്മൾ ഇടപെടുന്ന രീതികളാണേലും. ഒരു വ്യക്തി ഇവിടെ കയറി വരുമ്പോഴാണേലും നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതിയാണേലും വളരെ സിമ്പിളായിട്ട്, ലളിതത്തോട്, സ്നേഹത്തോട്, കരുതലോട് വേണം. അതെന്തുകൊണ്ടാണ്? യേശുക്രിസ്തു അങ്ങനെ ചെയ്തത്. യേശുക്രിസ്തു വലിയ ആൾക്കാരുമായി ഡീൽ ചെയ്തു. വളരെ സാധുക്കളായിട്ടുള്ളവർ, പാവപ്പെട്ടവർ, സിമ്പിളായിട്ടുള്ള ആൾക്കാർ, അവരുമായി ഡീൽ ചെയ്തു. എങ്ങനെ? സ്നേഹത്തോട്, കരുതലോട്, കരുണയോട്, അല്ലേ? അങ്ങനെ യേശു ഡീൽ ചെയ്ത്. എന്നാലും യേശു വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ട ചില ആൾക്കാരുണ്ടായിരുന്നു, അല്ലേ? വചനത്തിൽ നോക്കിയാൽ മതി. വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ക്രിട്ടിക്കലായിട്ട്. ആരായിരുന്നു അത്? കപടഭക്തിക്കാരായിരുന്നു. കപടഭക്തിക്കാരെ വെറുതെ വിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ട് യേശു അവരോട് വിട്ടു. ബാക്കിയുള്ളവരോട് വളരെ കരുണയോട്, വളരെ സഹിഷ്ണുത, വളരെ സ്നേഹത്തോട്, സിമ്പിളായിട്ട് ഡീൽ ചെയ്തു. നമ്മളും യേശുവിൻ്റെ ആ ഡീലിങ്, യേശുവിൻ്റെ മനോഭാവം നമ്മൾ ഏറ്റെടുക്കുക. അപ്പോൾ 5 മൂല്യങ്ങൾ, 5 core values. ഓക്കെ, 5 മൂല്യങ്ങൾ. അപ്പോൾ പെട്ടെന്ന് കൊണ്ട് പറയട്ടെ, ആരെങ്കിലും എഴുതി വയ്ക്കുന്നുണ്ട്. 1, കിങ്ഡം തിയോളജി, ദൈവരാജ്യത്തിൻ്റെ വേദശാസ്ത്രം. 2, സിംപ്ലിസിറ്റി ഇൻ വർഷിപ്പ്, പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്നത്. നമ്മളൊന്നും ഇവിടെ ഉണ്ടാക്കി വെക്കേണ്ട, ഒന്നും നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യട്ടെ. ചിലർ പറയുമ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോവും, അതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുക, ഒന്നും ഉണങ്ങത്തില്ല. സ്തോത്രം. ആ വാക്ക് പറഞ്ഞപ്പോൾ ഒരു തമാശ ഓർത്തു. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. നമ്മൾ കൊച്ചുമോളോട് മോൻ ചോദിച്ചു, അപ്പച്ചൻ എന്തിയെ? അപ്പച്ചൻ ഉണങ്ങുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കാര്യം ഓർത്ത, ആരാധന ഉണങ്ങിപ്പോവും എന്നുള്ളൊരു ചിന്ത ഇല്ല. ഒന്നും ഉണങ്ങിപ്പോകത്തില്ല. അപ്പച്ചൻ ഉണങ്ങിപ്പോയതുപോലെ ആരും ഉണങ്ങിപ്പോകത്തില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ലീഡ് ചെയ്യുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ലീഡ് ചെയ്യാൻ നമ്മളൊരു അവസരം കൊടുത്താൽ മാത്രം മതി. ഇവിടെ കയറി വരുമ്പോൾ, അവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, ഇവിടുത്തെ മ്യൂസിക് എങ്ങനെയുണ്ട്, സൗണ്ട് എങ്ങനെയുണ്ട്, വർഷിപ്പ് ലീഡർ എങ്ങനെ ഉണ്ടെന്നോ, ഇൻസ്ട്രുമെൻറ്റ്സ് അതൊന്നും നോക്കണ്ട. അതിന് പകരം ജസ്റ്റ് ചിന്തിക്കുക, കർത്താവേ. ഞാൻ ആക്ച്വലി നമ്മൾ കയറി വന്നപ്പോൾ നമ്മുടെ ഈ പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ആരാധിക്കാൻ ആദ്യം കറക്റ്റ് ചെയ്യാൻ ഞാൻ പിന്നെ ഓർത്ത് പോട്ടെ, അവിടെ ഇരിക്കട്ടെ, അത് വന്ന് ആരാധിക്കാം, അത് രണ്ടാമത്തെ കാര്യം. അല്ലെ പിന്നെ അതിൻ്റെ പുറകെ ടൈം മുഴുവൻ പോകും. ഇന്ന് മെസ്സേജും ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോഴും ഞാൻ ഓർത്തു, എന്നാലും അത് ഈ പാട്ട് ആദ്യം ഒരു ഇംഗ്ലീഷ് പാട്ടായിരുന്നല്ലോ, കുഴപ്പമില്ല, നല്ല നല്ല പാട്ട്. എന്നാൽ ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാമല്ലോ. ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് ചിന്തിക്കാം. പിന്നെ ഒരു 2 മിനിറ്റ് ഞാൻ എൻ്റെ മൈൻഡ് അതിനെക്കുറിച്ചാണ് ചിന്ത. അപ്പം ഞാൻ ഓർത്ത്, കർത്താവേ ഞാനിത് വിടട്ടെ, ഇതെല്ലാം ഒന്ന് മറക്കാമോ? ഞാൻ പിന്നെ കർത്താവേ കം ലോർഡ്, കർത്താവേ സ്തോത്രം, പരിശുദ്ധമാവേ അങ്ങ് വന്നാൽ മതി. ഞാനിപ്പം പല ചിന്തകളും കൊണ്ടിരിക്കുന്ന പോലെ ബാക്കി എല്ലാവരും പല പല ചിന്തകളുണ്ടിരുന്നാൽ ശരിയാകത്തില്ല. കർത്താവേ ഞാൻ അത് വിടുക, എല്ലാം ഞാൻ വിടുക. കർത്താവേ സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം, അങ്ങയുടെ സ്നേഹം എനിക്കൊന്ന് വേണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഒന്ന് സഹായിക്കണം കർത്താവേ. മറ്റു കാലിലൊന്ന് മറക്കാൻ ഒന്ന് സഹായിക്കണമേ. അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നപ്പോഴാണ് പിന്നെയും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഒത്തത്. അതിൻ്റെ പ്രത്യേകത ഞാൻ എന്തുവാ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യാൻ അവസരം കൊടുക്കുക. ശ്രദ്ധിച്ചോ?
അല്ലെങ്കിൽ ഞാൻ ലീഡ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ ഇത് ശരിയായില്ല, അത് ശരി, ഇതൊന്ന് നേരത്തെ നോക്കേണ്ടായിരുന്നു, ഞാൻ ആദ്യം വന്നപ്പം വേറെ പല കാര്യത്തിലായിപ്പോയി, ആദ്യമേ ഇത് നോക്കാമായിരുന്നെങ്കിൽ എനിക്കത് ഒന്ന് അതിൻ്റെ പ്രോബ്ലം എന്തെന്ന് കണ്ടുപിടിക്കാൻ ഒക്കുമായിരുന്നു. ഇങ്ങനെ ഞാൻ ആവശ്യമില്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. ഇച്ചിരി നേരത്തെ വരേണ്ടിയായിരുന്നു, അത് നടന്നില്ല, ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക. അതൊന്ന് വിട്ട് കളയാമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ലീഡ് ചെയ്യാൻ അവസരം കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ലീഡ് ചെയ്യുന്നത്. സ്തോത്രം. അതേപോലെ തന്നെ എൻ്റെ ഓരോ പ്രശ്നങ്ങളും പ്രയാസം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ നടക്കത്തില്ല. സ്തോത്രം. 2-3 ദിവസമായി വന്നിട്ട് ആ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, അതും ഓർത്തുകൊണ്ടിരുന്നാലോ ഒക്കത്തില്ല. സ്തോത്രം. സിംപ്ലിസിറ്റി ഇൻ വർഷിപ്പ്. 3ാമത്, മിനിസ്ട്രി ടു ദ പൂർ ആൻഡ് ബ്രോക്കൺ. സാധുക്കളായിട്ടുള്ളവർ, തകർച്ചയുള്ള ആളോട്, അവരോട് നമ്മൾ മിനിസ്ട്രി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്തത് ഇവാഞ്ചലിസം, റെക്കൺസൈലിംഗ് കമ്മ്യൂണിറ്റി, സുവിശേഷീകരണം അത്യാവശ്യമാണ്. അവസാനം പറഞ്ഞത് കൾച്ചറലി കറൻറ്റ് മിനിസ്ട്രി. നമ്മുടെ ദേശത്തെ ആൾക്കാരുടെ ഭാഷ സംസാരിക്കണം. നമ്മുടെ മലയാളം, നമ്മുടെ ദേശത്തെ ആൾക്കാരുടെ മലയാളം വേണം, സിമ്പിളായിട്ടുള്ള മലയാളം വേണം. ഏത് രാജ്യത്താണെങ്കിലും അവരുടെ ഭാഷ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ആർക്കും മനസ്സിലാക്കുന്ന രീതി വേണം. ഇതെല്ലാം നമ്മുടെ ചില ഡിസ്റ്റിങ്ക്റ്റീവ്സ് ആണ്, നമ്മുടെ കോർ വാല്യൂസ് ആണ്. അടുത്തതിലോട്ട് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറഞ്ഞേക്കുന്ന ഇതിലെ ലവിങ് ഗോഡ് ഈസ് ദ ഡിവൈഡിങ് ലൈൻ. അന്ന് ദൈവമക്കൾക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. പ്രത്യേകിച്ച് യെരുശലേമിൽ ദൈവമക്കൾ ഒത്തിരി പീഡനം അനുഭവിക്കാൻ തുടങ്ങി. ഈ കൊരിന്ത് ദേശത്താണേ പോലും പ്രശ്നമായിരുന്നു. കാരണം അതിനൊരു വാക്യത്തിൽ നമ്മളത് പഠിച്ചായിരുന്നു. കാരണം ആ ദേശത്തുള്ള ആൾക്കാർ ദൈവമക്കളോട് എതിർപ്പായിരുന്നു. കാരണം നിങ്ങളെന്തുവാ, നിങ്ങളേണ്ട സ്പെഷ്യൽ ആൾക്കാരെന്നോ, ഞങ്ങൾ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ ചെയ്താൽ, എല്ലാവരും ചെയ്യുന്നല്ലോ, എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നു, എല്ലാവരും ഇങ്ങനെ ഇടപെടുന്നു, എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താ നോക്കാത്ത? അത്രയും പ്രഷർ സമൂഹത്തിൽ നിന്ന് വരുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ, അതിന് ഡിഫറൻ്റായിട്ട് നമ്മൾ നിൽക്കണമെങ്കിൽ കുറേ നിയമങ്ങളും കൊണ്ട് നടക്കത്തില്ല, യേശുവിനോടുള്ള സ്നേഹമായിരിക്കണം. കുറേ നിയമങ്ങളാണെങ്കിൽ നിയമങ്ങളൊക്കെ മാറ്റി തിരുത്തി എപ്പോഴും വേണം തിരുത്താം. പണ്ട് ഞാൻ കേട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, റൂൾസ് ആർ മെയ്ഡ് ടു ബി ബ്രോക്കൺ. റൂൾസ് ആർ മെയ്ഡ് ടു ബി ബ്രോക്കൺ. ഏതൊക്കെ നിയമമുണ്ടോ അതിനെ നമുക്ക് തകർക്കാൻ നോക്കും, അല്ലേ? നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ കാര്യം പോലും നമുക്കറിയാം, അല്ലേ? സുപ്രീം കോർട്ട് ഒരു വിധി വെച്ച് കേരളത്തിലുള്ള ആൾക്കാർ പറഞ്ഞു അത് നമുക്കൊന്നും കാര്യമില്ല, അതിനും എതിർക്കാൻ റെഡിയായി സുപ്രീം കോർട്ടിന്. ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് കോർട്ടാണെന്ന് പറയും, മലയാളികൾ പറയും അത് നമുക്കൊന്നും കാര്യമില്ല. റൂൾസ് ആർ മെയ്ഡ് ടു ബി ബ്രോക്കൺ. അപ്പം നിയമങ്ങളും കൊണ്ട് പോരാ, വേണ്ടത് എന്താണെന്നറിയാമോ? യേശുവിനുള്ള സ്നേഹം. സ്തോത്രം. യോസഫിൻ്റെ കഥ ഓർമ്മയുണ്ടോ? യോസഫ് പറഞ്ഞില്ല ഇത് നിയമവിരുദ്ധമാണല്ലോ, അതല്ല പറഞ്ഞത്, എനിക്കിതെങ്ങനെയാണ് ദൈവത്തിൻ്റെ എതിരെ എങ്ങനെ ചെയ്യാൻ നോക്കും? ഹൗ കൻ ഐ ഡു ദിസ് അഗൈൻസ്റ്റ് മൈ ഗോഡ്? സ്തോത്രം. എൻ്റെ യേശുവിനെ പ്രസാദിപ്പിച്ച് എനിക്ക് വേണം ജീവിക്കാൻ. കാരണം യേശുവിനെ അത്ര ഞാൻ സ്നേഹിക്കുന്നു. യേശു എന്നെ അതിനെക്കാട്ടിലും സ്നേഹിച്ചു. എൻ്റെ സ്നേഹം മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ, അത്ര ഒന്നും സ്ട്രോങ് ഒന്നും അല്ല. എന്നാൽ യേശുവിന് എന്നോടുള്ള സ്നേഹമോ നിലനിൽക്കുന്നൊരു സ്നേഹമാണ്, അത്ര ഉറച്ച സ്നേഹമാണ്. അങ്ങനെയുള്ള യേശുവിനെതിരെ ഞാനെങ്ങനെ സംസാരിക്കും? അങ്ങനെയുള്ള യേശുവിനെ കോപിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഇഷ്ടത്തിനെതിരെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? ഒക്കത്തില്ല. അപ്പോൾ ആ സമൂഹത്തിൽ അവരൊത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. കാരണം ആ സമൂഹത്തെക്കാട്ടിലും വ്യത്യസ്ത രീതിയിലുള്ള മനോഭാവമുള്ളവരാണ്, വ്യത്യസ്ത രീതിയിലുള്ള ജീവിതമായിരുന്നു. അതിൻ്റെ പ്രതികരണമായിട്ടായിരുന്നു യേശുവിനുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അടുത്തത്
ഒരു 2 കാര്യം കൂടെ ഉള്ളൂ, നമ്മുടെ ടൈം ഒത്തിരി ആയിട്ടില്ല. ഗ്രേസ് ഓഫ് ഗോഡ് മസ്റ്റ് കവർ ഓൾ അവർ റെസ്പോൺസസ്. ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ, ഗ്രേസ് ഇസ് അൺമെറിറ്റഡ് ഫേവർ അല്ലേ? ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാ. അർഹതയില്ലാത്ത നമുക്ക് ദൈവം സ്നേഹം തന്നു, കൃപ തന്നു. ആ ഒരു മനോഭാവത്തോട് വേണം നമ്മൾ മറ്റുള്ളവരുടെ ശുശ്രൂഷിക്കാൻ. ഞാൻ പറഞ്ഞില്ലയോ, ഏഷ്യയിലുള്ള സഭകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും മറ്റ് സഭകൾക്ക് കൊരിന്ത്യയിലുള്ള സഭയെ വിരളി വേണ്ടി പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് ഈ കത്ത്, പൗലോസ് എഴുതിയ കത്തുകൾ ആ സഭയെ കൊടുക്കുക മാത്രമല്ല, അത് കോപ്പി എടുത്തിട്ട് മറ്റ് സ്ഥലങ്ങളും മറ്റ് സഭകൾക്കും അത് അന്ന് അവർ കൊടുത്തയക്കുമായിരുന്നു. ഒരു സഭയിൽ അയക്കുന്ന കത്ത് മറ്റുള്ളവർക്കും അത് കൊടുത്തയക്കുമായിരുന്നു. എന്തിനാ? അവർക്കും ഇതൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാൻ വേണ്ടി, അവർക്കും ഇതൊരു ഗൈഡൻസ് ആയിരിക്കാൻ വേണ്ടി, അവർക്കും ഒരു പഠനമായിരിക്കാൻ, വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനമായിരിക്കാൻ വേണ്ടി അത് കൊടുത്തയക്കുമായിരുന്നു. തീർച്ചയായിട്ടും മറ്റുള്ള സഭകൾ വായിച്ചിട്ട്, കൊരിന്ത്യർ ഇങ്ങനെയാണോ, ഇങ്ങനത്തെ കുറേ ആൾക്കാരൊന്നും അവിടെ അല്ലേലും അവർ ശരിയല്ലെന്ന് എനിക്കറിയാം, ആ ദേശം എങ്ങനത്തെ ദേശമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ സഭ അങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചില്ല അവർ. സ്തോത്രം. നല്ലൊരു സഹോദര ബന്ധമുണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ ഇതായിരിക്കാം. യേശുവോട് പറയുന്നു, പൗലോസോട് പറയുന്നു 23-ാമത്തെ വാക്കിൽ, ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു. അത് ആക്ച്വലി ഒരു ബെനഡിക്ഷൻ ആയിരുന്നു അല്ലേ? എനിക്കറിയാം, ഒരു ആസ്വാദം പറയുമായിരുന്നു. എന്നാലും അതവരുടെ മനോഭാവം കൂടായിരുന്നു. കൃപ ലഭിച്ച വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ കൃപ നൽകും. മനസ്സിലായോ? ഞാൻ ഏതാണ്ട് സ്പെഷ്യലാണെന്ന് ചിന്തിച്ചാലുണ്ടല്ലോ, ഞാൻ പിന്നെ മറ്റുള്ളവരെ ജഡ്ജ്മെൻറ്റിലാവും, മറ്റുള്ളവരെ താത്ത് കാണും. അല്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കൃപ ലഭിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരോടും അതേ കൃപയോട് ഞാനും ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. അവസാനത്തെ ഒരു കാര്യമുണ്ട്, പൗലോസിൻ്റെ ചില വാക്കുകൾ ഒരേറ്റവും കൊണ്ട് ലവ് ഹാസ് ടു ബി ദ ഫൗണ്ടേഷൻ. അവസാനം പൗലോസിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൈ ലവ് ടു ഓൾ ഓഫ് യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. പൗലോസിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കൊരിന്ത്യ സഭ പൗലോസിനെതിരെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? മറ്റ് സഭകളാണെങ്കിലും പൗലോസിനെതിരെ കുറ്റപ്പെടുത്തി. അത് അടുത്ത ലേഖനത്തിനകത്ത് വരുന്നുണ്ട്. അത് പൗലോസിനെതിരെ പൗലോസ് ആരാന്നാ ചിന്തിക്കുന്നത്? പല കാര്യങ്ങൾ പൗലോസിനെതിരെ സംസാരിച്ചവരാ. എന്നാലും പൗലോസ് എന്ത് ചെയ്യുന്നു? പൗലോസിൻ്റെ സ്നേഹം യഥാർത്ഥമായിട്ടൊരു മാതാപിതാക്കളുടെ ഒരു സ്നേഹം. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ മക്കൾ ഏത് രീതിയിൽ തിരിഞ്ഞാലും, ഏത് പ്രശ്നം അനുഭവിച്ചാലും അവരുടെ സ്നേഹം, മക്കളോടുള്ള സ്നേഹം പോകത്തില്ല. ചിലപ്പം അവർ ആ വിഷമത്തിൽ ചില വാക്കുകൾ പറയുമായിരിക്കും, പിന്നെ ആ വാക്കുകൾ തിരിച്ച് വിഴുങ്ങേണ്ടി വരും. കാരണം ആ സ്നേഹം അത് ഓവർടേക്ക് ചെയ്യുമ്പോൾ പൗലോസിൻ്റെ സ്നേഹം ആ സഭയ്ക്ക് വേണ്ടി പറയുക. അതുപോലെ കഷ്ടപ്പെട്ട് ദേശം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ച് ഒത്തിരി കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഒത്തിരി പീഡനം അനുഭവിച്ചു. ഒരു പ്രാവശ്യം ചത്ത ശരീരം, അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടിരുന്ന പോലെ കൊണ്ടിട്ടിട്ട് പോയി. അവർ വിചാരിച്ചു പുള്ളി മരിച്ചു പോയെന്ന് വിചാരിച്ചു. അതുപോലുള്ള ശാരീരമായിട്ടുള്ള ഉപദ്രവ അതനുഭവിച്ച് അനങ്ങാൻ വയ്യാത്ത പോലെ ആയിപ്പോയി, കൊണ്ടിട്ടിട്ട് പോയി. അവർ വിചാരിച്ച് മരിച്ചു പോയെന്ന്. അതുപോലത്തെ അവസ്ഥയാണ്. പിന്നെ പതുക്കെ ഉണർന്ന് വന്ന് ആ എനർജി ഒന്ന് റീഗെയിൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? പതുക്കെ തിരിച്ച് അതേ പട്ടണത്തിൽ പോയിട്ട് സുവിശേഷം പറയാൻ തുടങ്ങി. പൗലോസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ? ഫോർ മീ ടു ലിവ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഇസ് ഗെയിൻ. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭം. എന്തൊരു സ്റ്റേറ്റ്മെന്റ്! ദൈവത്തെ സ്നേഹിച്ചു, എന്നാലും ആ ജനങ്ങളെ സ്നേഹിച്ച്
ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളും ഇന്ന് ഞാൻ ഷെയർ ചെയ്തല്ലോ. കൊരിന്ത്യ സഭയെക്കുറിച്ച് പറഞ്ഞെങ്കിലും നമ്മളെക്കുറിച്ചാണ്. നമ്മൾ അതെടുത്ത് വായിക്കുമ്പോൾ, ഇനി 2 കൊരിന്ത്യർ നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ. തീർച്ചയായിട്ടും കൊരിന്ത്യ ദേശത്ത് അങ്ങനത്തെ അനുഭവമായിരുന്നോ? നമുക്കും ഇങ്ങനെയൊക്കെ പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങളെയും ദൈവം നയിക്കണമേ, ഞങ്ങളെയും ദൈവം പണിതെടുക്കണമേ, അങ്ങേ പ്രസാദിപ്പിക്കുന്ന ഒരു കൂട്ടം ജനമാക്കിയെടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നമ്മൾ വിരലിയൂണിൻ്റെ ആവശ്യമില്ല, ആരെയും താഴ്ത്തി കെട്ടേണ്ട ആവശ്യമില്ല. എല്ലാവരെയും സ്നേഹിക്കാനും ദൈവത്തിൻ്റെ കൃപയാൽ ഇടപെടാനും നമുക്ക് ഒരു മനോഭാവം വേണം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുകയും ചെയ്യും. ദൈവത്തിൻ്റെ വേല ഈ ദേശത്ത് നടക്കാൻ വേണ്ടിയും അത് അനുഗ്രഹമായി തീരും.